السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ പ്രയാസങ്ങൾ അകറ്റി തരട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഇത്രയും കാലം നമ്മളൊക്കെ പ്രതീക്ഷിച്ച വളരെയേറെ ശ്രേഷ്ഠതകളും പുണ്യങ്ങളും മഹത്വങ്ങളും നിറഞ്ഞ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് വന്നണഞ്ഞിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ബറാഅത്ത് രാവില് അള്ളാഹുവിനോട് നമ്മളെ കാര്യങ്ങൾ പറയണം, നമ്മളെ പ്രയാസങ്ങൾ പറയണം. ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുന്ന ഈ പരിശുദ്ധമായ ബറാഅത്ത് രാവില് നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളെ ക്ലാസ്സിൽ ആദ്യമായി നടക്കുന്നത് പഴയ കാലം മുതൽ തന്നെ ആരിഫീങ്ങളും മഹത്തുക്കളും നമ്മളെ പഠിപ്പിച്ചു. ബറാഅത്ത് രാവിലെ 3 യാസീൻ ഓതാൻ. ബറാഅത്ത് രാവിലെ 3 യാസീൻ ഓതി കഴിഞ്ഞാൽ ഒരുപാട് പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ആ 3 യാസീനും അതുപോലെ തന്നെ ചൊല്ലേണ്ട ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി നമ്മൾക്ക് അവസാനം ദുആ ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. 3 യാസീൻ ഓതുമ്പോൾ നമ്മൾ ഓരോ നിയ്യത്ത് വെക്കണം. ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നാം നിയ്യത്ത് വെക്കേണ്ടത് നമ്മൾക്കും നമ്മളെ കുടുംബങ്ങൾക്കും നമ്മളെ മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, ഭാര്യ തുടങ്ങിയ ആളുകൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിന് വേണ്ടിയാണ്. നല്ല ആരോഗ്യത്തോടു കൂടെയുള്ള ആയുസ് ലഭിക്കാനാണ് നമ്മൾ ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നിയ്യത്ത് വെക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ യാസീൻ ആരംഭിക്കുകയാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ ലഖദ് ഹഖ്ഖൽ ഖൗലു അലാ അക്തരിഹിം ഫഹും ലാ യുഅ്മിനൂൻ ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഊൻ വജഅൽനാ മിൻ ബൈനി അയ്ദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ الذിക്ര വഖശിയ الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن
لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة يردني الرحمن بالضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني ربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل السابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في السور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما بعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم
ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره نكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللنا لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب وفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون സ്വീകരിക്കണേ റഹ്മാനെ, കബൂൽ ചെയ്യണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ, ഭാര്യ മക്കൾക്ക് നൽകണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് കാണുന്നവർക്ക് നൽകണേ റഹ്മാനെ, രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ രോഗം കാരണം പ്രയാസത്തിലാണ്, രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ, ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ഞങ്ങളെ കുടുംബക്കാർക്ക് നൽകണേ അല്ലാ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് നൽകണേ അല്ലാ. ഞങ്ങളോദിയ യാസീന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ യാസീൻ ഓതാൻ പോവുകയാണ്. രണ്ടാമത്തെ യാസീൻ ഓതുമ്പോ നാം നിയ്യത്ത് വെക്കേണ്ടത് ദഫുൽ ബലാ, ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടണം, അതോടൊപ്പം തന്നെ നല്ല മരണം ലഭിക്കണം. എത്രയോ ആളുകൾ മോശമായ രൂപത്തിൽ മരിക്കുന്നുണ്ട്, മുസ്ലിം അല്ലാതെ മരിക്കുന്നുണ്ട്. അപ്പൊ നല്ല മരണത്തിന് വേണ്ടിയും ആഫത്ത് മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാനും എന്ന നിയ്യത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ യാസീൻ നമ്മൾക്ക് ഒരുമിച്ച് ഓതാം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم
تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة يردني الرحمن بالضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل السابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون
يقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره نكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللنا لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب فلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه സ്വീകരിക്കണേ നാഥാ കബൂൽ ചെയ്യണേ അല്ലാഹ് ഞങ്ങൾ ഓതിയ രണ്ടാമത്തെ യാസീന്റെ ബറക്കത്ത് കൊണ്ട് സർവ്വ ദുരന്തങ്ങളെ തൊട്ടും കാക്കണേ അല്ലാഹ് മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ് ആഫത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ് എടങ്ങേറിനെ തൊട്ട് കാക്കണേ റബ്ബേ മോശമായ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സ്വർഗ്ഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകണേ റബ്ബേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് കവർച്ചക്കാരെ തൊട്ട് കാക്കണേ അല്ലാഹ് കൊള്ളക്കാരെ തൊട്ട് കാക്കണേ അല്ലാഹ് സർവ്വ മുസീബത്തിനെ തൊട്ടും കാക്കണേ റബ്ബേ
ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ യാസീൻ ഓതാൻ പോവുകയാണ്. മൂന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നാം നിയ്യത്ത് വെക്കേണ്ടത് നമ്മളെ ജോലിയില്, നമ്മളെ കുടുംബത്തില്, നമ്മളെ ജീവിതത്തില്, നമ്മളെ വീട്ടില്, നമ്മളെ മക്കളില്, നമ്മളുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മേഖലയുണ്ടോ അവിടൊക്കെ അള്ളാഹുവിന്റെ ബറക്കത്ത് ലഭിക്കണം, അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകണം. പ്രയാസങ്ങളെ തൊട്ട് നമ്മൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണം. ഒരാളെയും ആശ്രയിക്കാതെ, ഒരാളുടെ മുന്നിലും തലകുനിക്കാതെ, ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാൻ കഴിയണമെന്നാണ് മൂന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നാം നിയ്യത്ത് വെക്കേണ്ടത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. തൻസീലൽ അസീസിർ റഹീം. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ലഖദ ഹഖ്ഖൽ ഖൗലു അലാ അക്തരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ഇന്നാ ജഅൽനാ في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أتخذ من دونه آلهة يردني الرحمن بالضر لا تغني عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع لدينا محضرون. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت
الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل السابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره نكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللنا لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب وفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل
بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾ ഓതിയ മൂന്നാമത്തെ യാസീന്റെ ബർക്കത്ത് കൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഒരാളൊന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. മക്കളിൽ ബർക്കത്ത് നൽകല്ല, വീട്ടില് ബർക്കത്ത് നൽകല്ല, ജോലിയിൽ ബർക്കത്ത് നൽകല്ല, എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകി സാധുക്കളായ ഞങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബേ. ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട ഒരു അവസ്ഥ സാധുക്കളായ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു ദിക്റാണ്. ഈ ദിക്ർ ബറാത്തിന്റെ രാത്രിയിലടക്കം മഹാന്മാര് നമ്മളോട് ചൊല്ലാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫാത്തിമ ബീബിയോട് അള്ളാഹുവിന്റെ റസൂൽ ചൊല്ലാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 2 ഇസ്മുകൾ ചേർന്ന അത്ഭുതകരമായ പ്രാർത്ഥനയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം برحمتك أستغيث يا حي يا قيوم 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 برحمتك أستغيث സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്, ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്, ഞങ്ങളെ എല്ലാ കഷ്ടപ്പാടുകളും അകറ്റി തരണേ റബ്ബേ, ഈമാൻ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് നമ്മളെ സർവ്വ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ബരമേൽപ്പിക്കുകയാണ്. മഹാന്മാര് ചൊല്ലിയ, അമ്പിയാക്കൾ ചൊല്ലിപ്പോന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ആത്മാർത്ഥമായി നമ്മൾക്ക് ചൊല്ലാം. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, 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 ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ.
حسبي الله ونعم الوكيل 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 സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാ, ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ലാ, ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, നിന്റെ കാവല് നൽകണേ അല്ലാ. ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്, ആ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ അല്ലാ, എല്ലാ ദുരന്തങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ഈ മജ്‌ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ്. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനകോടി ആളുകൾക്ക് നരകമോചനം നടത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ പെടണം, നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ പെടണം. അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ നരകമോചനം കൊടുക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവർക്ക് നരകമോചനം നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, اللهم أجرني من النار، 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 اللهم أجرني من النار. നരകമോചനം നൽകണേ അല്ലാ, നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവരെ കാക്കണേ അല്ലാ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ കാക്കണേ അല്ലാ, കുടുംബക്കാരെ കാക്കണേ അല്ലാ, സ്നേഹിച്ചവരെ കാക്കണേ അല്ലാ, ഭക്ഷണം തന്നവരെ കാക്കണേ അല്ലാ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ അവർക്കൊക്കെ നരകമോചനം നൽകണേ അല്ലാ. ഇന്നത്തെ രാത്രി നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. ഇനി നമ്മൾ ചൊല്ലുന്നത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഹബീബായ തങ്ങൾ ചൊല്ലിപ്പോന്നിരുന്ന അത്ഭുതകരമായ ആ പ്രാർത്ഥനയാണ്. നമ്മൾക്ക് ഒരുമിച്ച് ചൊല്ലാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ وبلغنا رمضان، اللهم بارك لنا في رجب وشعبان 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 وبلغنا رمضان. സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ, ഞങ്ങളുടെ വിഷമങ്ങൾ അകറ്റണേ റബ്ബേ, എല്ലാ മേഖലകളിലും ബറക്കത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന അത്ഭുതകരമായ പ്രാർത്ഥനയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു
كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ വിഷമങ്ങൾ അകറ്റണേ അല്ലാ ഞങ്ങളുടെ ടെൻഷനുകൾ അകറ്റണേ അല്ലാ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ അകറ്റണേ അല്ലാ ഞങ്ങളുടെ ദുഃഖങ്ങൾ അകറ്റണേ അല്ലാ നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് അല്പം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന അതിമഹത്തായ ദിക്ർ ചൊല്ലാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം 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 لا حول ولا قوة إلا بالله العلي العظيم 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 إن شاء الله إن നമ്മൾക്ക് ബറക്കത്തിന് വേണ്ടി അല്പം അഫ്ളലു ദിക്ർ ചൊല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله 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 الله
അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഈമാൻ നന്നാക്കി തരണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കടബാധ്യതയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെ കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് നൽകണേ അല്ലാ. നിന്റെ കാരുണ്യം നൽകണേ അല്ലാ. നരകമോചനം നൽകണേ അല്ലാ. സ്വർഗപ്രവേശനം നൽകണേ അല്ലാ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ബാങ്കിലേക്ക് വീടിന്റെ ആധാരം കൊണ്ടുപോയി വെച്ച ആളുകളുണ്ട്. സ്വർണം കൊണ്ടുപോയി വെച്ച ആളുകളുണ്ട്. കാക്കണേ റബ്ബേ. അത്തരം മുസീബത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. നല്ല വീട് കൊടുക്കല്ല. വിവാഹ തടസ്സങ്ങളെ നീക്കി കൊടുക്കണേ അല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല. ഹോസ്പിറ്റലിലെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. അല്ലാ, ഇനി നമുക്ക് അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാ. പാപങ്ങൾ പൊറുക്കണേ റബ്ബേ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, പൊറുക്കണേ റഹ്മാനെ. അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അറിയാതെ ചെയ്ത പാപങ്ങൾ പൊറുക്കണേ അല്ലാ. മനഃപൂർവ്വം ചെയ്ത പാപങ്ങൾ പൊറുക്കണേ അല്ലാ. നിന്റെ അടിയാറുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ചെയ്ത കുറ്റങ്ങളാൽ ഞങ്ങളെ കുടുംബങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ കഠിനമായി ശിക്ഷിക്കല്ല അല്ലാ. എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ അല്ലാ. നിന്റെ ദർബാറിലേക്ക് ദാറുൽ മുബീൻ മജ്ലിസിന്റെ മുത്തുമുഅ്മിനീങ്ങൾ കരങ്ങൾ ഉയർത്തിയത് ഖായിബായി ഖാസിറാക്കി മടക്കല്ല അല്ലാ. സ്വീകരിക്കണേ അല്ലാ. പ്രാർത്ഥന കബൂൽ ചെയ്യണേ അല്ലാ. പ്രാർത്ഥിക്കാൻ പോകുന്നത് സ്വീകരിക്കണേ അല്ലാ. ചൊല്ലിയ ദിക്റുകൾ മുഴുവനും സ്വീകരിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി നല്ല ഈമാനോടെ നല്ല മനസ്സോടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന പവിത്രമായ ദിനരാത്രങ്ങളാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഫാത്തിഹ സൂറത്ത് നമ്മൾ തുടക്കത്തിൽ ഓതിയിട്ടുണ്ട്. ഈ സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദത്തൈനി മോദി നമ്മൾക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفينا محمد. അർഹമുർ റഹീമീനായ കരുണക്കടലായ രാജാതിരാജനായ പരമദയാലുവായ എല്ലാറ്റിനും കഴിവുള്ള എല്ലാം കാണുന്ന ഖഹാറായ റസ്സാഖായ
തൗവാബായ ഗഫാറായ മാലിക്കായ യാദൽ ജലാലി വൽ ഇക്റാമായ അലീമായ സമീആയ കബീറായ ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ പ്രാർത്ഥന കബൂൽ ചെയ്യണേ, ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ റബ്ബേ, നീ ഇഷ്ടപ്പെട്ട മജ്ലിസ് ആക്കണേ റഹ്മാനെ. ഞങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടാണ് നിന്റെ ദർബാറിലേക്ക് കരങ്ങളെ ഉയർത്തിയിട്ടുള്ളത്. ഞങ്ങളെ കരങ്ങളെ നീ ഖായിബായി ഖാസിറാക്കി മടക്കല്ല അല്ലാ. ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ടെൻഷനുകൾ അകറ്റി തരണേ അല്ലാ, വേദനകൾ അകറ്റി തരണേ അല്ലാ, വിഷമങ്ങൾ അകറ്റി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് ആളുകൾ രോഗികളാണ്, മാരകമായ രോഗം പിടിപെട്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ക്യാൻസർ ഉള്ളവര്, പ്രഷർ ഉള്ളവര്, ഷുഗർ ഉള്ളവര്, കണ്ണിന് അസുഖമുള്ള ആളുകള്, കാലിന് അസുഖമുള്ള ആളുകള്, കിഡ്നിക്ക് അസുഖമുള്ള ആളുകള്, തലച്ചോറിന് അസുഖമുള്ള ആളുകള്, വയറുവേദനയുള്ള ആളുകള്, ഊരവേദനയുള്ള ആളുകള്, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകള്, വൃക്ക സംബന്ധമായ അസുഖമുള്ള ആളുകള്, തലച്ചോറിന് അസുഖമുള്ള ആളുകളുണ്ട്, പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകള്, ശരീരം ആസകലം വേദന അനുഭവിക്കുന്ന ആളുകള്, ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്, ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട്. എന്ത് രോഗമുണ്ടെങ്കിലും റബ്ബേ നീയാണ് ഷാഫി, നീയാണ് കാഫി. അത് മാറ്റാൻ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. രോഗം ശിഫയാക്കണേ റബ്ബേ, ആയുരാരോഗ്യം നൽകണേ അല്ലാ, ആയുസ് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ റബ്ബേ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ റബ്ബേ, എടുത്തു മാറ്റണേ മന്നാനേ. പടച്ചവനെ ഒരുപാട് ആളുകൾ കടം കാരണം പ്രയാസത്തിലാണ്. എത്ര കൊടുത്താലും കൊടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമയായ നിന്റെ ഖജനാവിലേക്ക് ഞങ്ങൾ കൈകളുയർത്തുകയാണ്, നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ കൈ നീട്ടുകയാണ്. കടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ, കടമെന്ന മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ കടം കാരണം മക്കൾ പ്രയാസപ്പെടേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ. ഞങ്ങളെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി വെച്ച് ഇവനൊരു കടക്കാരനാണെന്ന് വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ. അങ്ങനെ ഒരു മുസീബത്ത് വരുത്തല്ല അല്ലാ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കുടുങ്ങിയ ആളുകളുണ്ട്, മക്കളെ കെട്ടിക്കാൻ വേണ്ടി, വീട് നിർമ്മിക്കാൻ വേണ്ടി, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി, ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടി ലോൺ എടുത്ത് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. കാത്തോലണേ റഹ്മാനെ, ആ മുസീബത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. പഠിച്ചവനെ കടം കാരണം ദിവസങ്ങളോളമായി മാസങ്ങളോളമായി ശരിക്കൊന്ന് ഉറങ്ങിയിട്ടെന്ന് പറഞ്ഞവരുണ്ട്. അവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ നീ തുറക്കണേ റബ്ബേ, ഖൈറിന്റെ കവാടങ്ങൾ തുറക്കണേ റബ്ബേ, റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടാനകോടി ആളുകൾക്ക് നീ റഹ്മത്ത് ചൊരിയുന്ന ഈ പവിത്രമായ ബറാത്തിന്റെ രാത്രിയില് ഞങ്ങൾക്കും റഹ്മത്ത് നൽകല്ലാ, ഞങ്ങൾക്കും ബറക്കത്ത് നൽകണേ അല്ലാ. ബാങ്കിൽ വീടിന്റെ ആധാരം കൊണ്ടുപോയി വെച്ച ആളുകളുണ്ട്, സ്വർണ്ണാഭരണം കൊണ്ടുപോയി വെച്ച ആളുകളുണ്ട്. എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ലാ. ജപ്തിക്ക് നോട്ടീസ് എത്തിയ ആളുകളുണ്ട്, അവരെയും നീ കാക്കണേ റബ്ബേ. പഠിച്ചവനെ വീടില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര ആളുകളാണ്. വീട് പണി തുടങ്ങിയത് പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകള് എത്രയും പെട്ടെന്ന് നല്ല വീട് കൊടുക്കല്ല, വീട് പണി പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകല്ല. വിവാഹപ്രായമെത്തി വിവാഹം ശരിയാകാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇണകളെ നൽകണേ അല്ല, നല്ല ദാമ്പത്യ ജീവിതം നൽകല്ല. വിവാഹ തടസ്സങ്ങൾ മുഴുവനും നീക്കി കൊടുക്കണേ അല്ല. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര ആളുകളാണ്. മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, വീടിന്റെ കാര്യങ്ങൾ നോക്കണം, കറണ്ട് ബില്ലടക്കണം, ഗ്യാസ് വാങ്ങണം, മക്കൾക്ക് ഡ്രസ്സ് വാങ്ങണം, ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. പക്ഷേ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ സഹോദരന്മാര്, എത്രയോ ഉപ്പമാരുണ്ട്. വിദേശ രാജ്യത്തേക്ക് ജോലി അന്വേഷിച്ചു പോയ മക്കളുണ്ട്. അവർക്കൊക്കെ നല്ല ജോലി കൊടുക്കല്ല, ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല. പഠിച്ച മക്കൾക്ക് പഠിച്ച ജോലി കൊടുക്കണേ റഹ്മാനെ. പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ റഹ്മാനെ. മദ്രസയിൽ പരീക്ഷ എഴുതിയവര്, എഴുതാൻ പോകുന്ന ആളുകള്, സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകള്, SLC പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകള്, കോളേജുകളിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ റഹ്മാനെ. പഠിച്ചവനെ മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ, സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാ. മക്കള് കാരണം ഞങ്ങളെ അഭിമാനം നഷ്ടപ്പെടുത്തല്ല അല്ലാ. സർലേ മക്കള് കാരണം ദുനിയാവിലും ആഖിറത്തിലും അഭിമാനിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നേടിയ
നേടിയെടുക്കാൻ പറ്റാത്തത് ഞങ്ങളെ കുഞ്ഞു മക്കളിലൂടെ കണ്ട് സന്തോഷിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ലാ. എത്രയോ ഉമ്മമാര് സഹോദരിമാര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, ഉസ്താദേ, മക്കള് ലഹരിക്ക് അടിമയാണ്, മദ്യപാനത്തിന് അടിമയാണ്, ഒന്നും പറഞ്ഞത് കേൾക്കുന്നില്ല, രക്ഷിതാക്കളാണെന്ന ചിന്ത പോലും ഇല്ലാതെ ദേഷ്യപ്പെടുകയാണ്, ചീത്ത വിളിക്കുകയാണ്. ആ മാതാപിതാക്കൾക്ക് എത്ര വിഷമമുണ്ടാകും റബ്ബേ. നൊന്ത് പ്രസവിച്ചതല്ലേ. ആ മാതാപിതാക്കളെ മക്കൾക്ക് സ്നേഹം നൽകണേ അല്ലാ. അവരെ നന്നാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം കാരണം എത്ര സഹോദരിമാരാണ് പ്രയാസം പറയുന്നത്. ഭർത്താവ് അടിക്കുകയാണ്, ചീത്ത വിളിക്കുകയാണ്, തെറി വിളിക്കുകയാണ്, സംരക്ഷിക്കുന്നില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല, വസ്ത്രം വാങ്ങി കൊടുക്കുന്നില്ല, ഒരു മൈൻഡും ചെയ്യുന്നില്ല. എത്ര വേദനയാണ് ആ സഹോദരിമാർ അനുഭവിക്കുന്നത്. ആ ഭർത്താക്കന്മാർക്ക് സ്നേഹിക്കാനുള്ള മനസ്സ് കൊടുക്കല്ല. നല്ല മനസ്സ് കൊടുക്കുന്നതിന്റെ ഉടമയാക്കണേ റഹ്മാനെ. നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. ദാമ്പത്യ ജീവിതം കൊടുക്കണേ അല്ലാ. ഭാര്യമാരെ മോശമായ സ്വഭാവം കാരണം എത്ര ഭർത്താക്കന്മാരാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. ആ ഭാര്യമാരെ സ്വഭാവം നന്നാക്കണേ റബ്ബേ. ഐക്യമുള്ള ഒരുമയുള്ള ജീവിതം നൽകണേ അല്ലാ. എല്ലാവരുടെ കുടുംബത്തിലും ബറക്കത്ത് നൽകല്ല. 5 വക്ത് കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കള്, കുടുംബങ്ങള്, മജ്ലിസ് കാണുന്നവർക്ക് നൽകി അനുഗ്രഹിക്കല്ല. സിഹിറിനെ തൊട്ട് കാക്കല്ല, കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ല, അസൂയാലുക്കളെ തൊട്ട് കാക്കണേ റഹ്മാനെ, ജിന്ന് ബാധയെ തൊട്ട് കാക്കണേ അല്ല, പിശാച് ബാധയെ തൊട്ട് കാക്കണേ അല്ല, പിശാചിന്റെ സർവ്വ ശർറുകളെ തൊട്ടും കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ കാത്തോളണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ല. ഹബീബായ തങ്ങളുടെ റൗളയിൽ പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഈമാൻ നിർത്തി തരണേ അല്ല. വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ അല്ല. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ല. ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കളുണ്ട്, അവരെ നീ കാക്കണേ അല്ല. അവർക്ക് സംരക്ഷണം നൽകണേ അല്ല. അവരെ വേദനകൾ അകറ്റി കൊടുക്കണേ അല്ല. രോഗങ്ങൾ ശിഫയാക്കണേ അല്ല. ഇനിയും ഒരുപാട് കാലം അവരോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളെ ഭാര്യ മക്കള് ഭർത്താക്കന്മാരെ കാക്കണേ റഹ്മാനെ. സന്തോഷത്തിലാക്കണേ അല്ല. ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ മക്കള്, മാതാപിതാക്കള്, കുടുംബക്കാര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഞങ്ങളെ അയൽവാസികള്, മജ്ലിസ് കാണുന്ന ആളുകള്, വല്ലുപ്പ വല്ലുമ്മമാര്, ജ്യേഷ്ഠനിയന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, അവരെ കുടുംബക്കാര്, അതുപോലെ പഠിക്കുന്ന സമയത്ത്, ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് മക്കളെ പോലെ ഭക്ഷണം തരുന്ന എത്രയോ വീട്ടുകാരുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ലാഹ്. പടച്ചവനെ, മുഅ്മിനീങ്ങളെ കാക്കണേ അല്ല. മുസ്ലിമീങ്ങളെ ഇസ്സത്ത് നിലനിർത്തണേ അല്ല. മുസ്ലിമീങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ല. ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ല. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല. എല്ലാ മേഖലകളിലും ബറക്കത്ത് നൽകല്ല. എല്ലാ മേഖലയിലും നിന്റെ കാവൽ നൽകല്ല. നിന്റെ സഹായം നൽകണേ അല്ല. എത്രയോ ആളുകൾക്ക് നീ സ്വർഗം നൽകുമ്പോ ഞങ്ങൾക്കും അതിലൊരിടം നൽകണേ അല്ല. ഈ മജ്ലിസ് കാണുന്നവർക്ക് നൽകണേ അല്ല. നരകമോചനം നൽകണേ അല്ല. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായി പരസ്യമായി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. പൊറുക്കണേ റബ്ബേ. ഞങ്ങൾ ചൊല്ലിയ യാസീൻ സൂറത്തുകളൊക്കെ, അതുപോലെ തന്നെ ദിക്റുകൾ, സ്വലാഹത്തുകൾ കബൂൽ ചെയ്യണേ റബ്ബേ. നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ല. ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ല. കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ അല്ല. ഒരുപാട് ആളുകൾ പലതും പറഞ്ഞ് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ല. വീടും സ്ഥലവും നല്ല വിലക്ക് വിറ്റുപോകാൻ, മക്കൾക്ക് ജോലി ശരിയാവാൻ, ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടി, പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി, മരണപ്പെട്ടവർക്ക് വേണ്ടി, രോഗം ശിഫയാകാൻ വേണ്ടി, നല്ല ജോലി ലഭിക്കാൻ, വിവാഹം ശരിയാവാൻ, മക്കൾ ഉണ്ടാവാൻ, സുഖപ്രസവത്തിന്, ഇങ്ങനെ പലതും പറഞ്ഞവരുണ്ട്. അവർക്കൊക്കെ നീ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ല. അവരെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ
വിശാലമാക്കല്ല, സ്വർഗമാക്കല്ല. ഞങ്ങളെ മജ്ലിസ് കണ്ടവര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ റബ്ബേ പലരുടെയും മാതാപിതാക്കൾ, കുടുംബക്കാര്, വല്യപ്പോന്മാര്, ഭർത്താക്കന്മാര്, മക്കളൊക്കെ മരണപ്പെട്ടു പോയി. പലരുടെയും ആണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ എല്ലാവരുടെ ഖബറും വിശാലമാക്ക, സ്വർഗമാക്കല്ല, സന്തോഷത്തിലാക്കല്ല, പാപങ്ങൾ പുറത്തൊടുക്കണയല്ല. ഖുർആനിന്റെ അലങ്കാരം കൊണ്ടവരെ ഖബർ അലങ്കരിക്കണേ റബ്ബേ. ഒരുപാട് കാലം രോഗശൈലിയിൽ കടന്നുകൊണ്ട് മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തല്ല അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. സ്വർഗം നൽകണേ അല്ലാ, അർശിന്റെ കടൽ നൽകണേ അല്ലാ, ഹൗദുൽ കൗസർ നൽകണേ അല്ലാ, മുത്തുനബിയുടെ ശഫാഅത്ത് നൽകണേ അല്ലാ. അവസാനം ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടി സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അതിനീ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. അതിനീ ബറാഅത്തിന്റെ രാവ് കാരണമാക്കണേ റബ്ബേ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിനക്കറിയാം അല്ലാഹുവേ. പലരും പലതും ഉദ്ദേശിച്ചാണ് ഈ മജ്ലിസിൽ ഇരിക്കുന്നത്. ആ ഉദ്ദേശങ്ങളൊക്കെ നിനക്കറിയാം. എല്ലാ ഹാജത്തുകളും ആഗ്രഹങ്ങളും ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. اللهم ارحم امه سيدنا محمد صلى الله عليه وسلم بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. ഇൻഷാല്ലാ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മുടെ ചാനൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. ആ മജ്ലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്നുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. നിങ്ങളും അതിൽ പങ്കെടുക്കുക. രാവിലെ 6 മണിക്ക് കൃത്യമായി പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകൾ നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്തെങ്കിലും ആ മജ്ലിസിൽ പങ്കെടുത്ത് പുണ്യം നേടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ ദിക്റുകള്, സ്വലാത്തുകള്, നിസ്കാരത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ആ 1 മണിക്കത്തെ ക്ലാസ് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.